up guys, welcome back to our video guys. നേരെ വീട്ടിലോട്ട് കിടക്കുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഡിസ്ലൈക്കും കൂടെ ചെയ്തേക്കണം ഗൈസ്. അന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 2000 ആണ്. സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക ഗൈസ്. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എല്ലാവരും ഒന്ന് സക്സസ്ഫുള്ളാക്കി എടുക്കണം ഗൈസ്, പ്ലീസ്. ആൻഡ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് ഡു യുവർ ലൈക്ക് ഗൈസ്. പൈസ നമുക്ക് ഇന്നലെ ഒരു കത്തിയുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു ഗൈസ്. ഇനി നമുക്ക് വാളിൻ്റെയും പിന്നെ മറ്റേ ഉടവാളിൻ്റെയും പിന്നെ ഉടവാളിൻ്റെയും പിന്നെ മറ്റേ എറിയുന്ന കത്തിയില്ല ഗൈസ്, അതും കൂടെ മതി ഗൈസ് നമുക്ക് സ്കിന്ന് കിട്ടാനുള്ള. ബാക്കി എല്ലാ സ്കിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതിനൊക്കെ കണ്ടാൽ ഇവനെയാണ് ഇവനൊരു ഇത്തിരി അങ്ങോട്ട് പോയി ചാടിച്ചടക്കിയിരുന്നു. ഇതെന്താണ് ഇവൻ ക്രിമിനൽ സ്കൂട്ടി കുത്തി ഗൈസ്. ആരാണ്ടാ ഇത് കണ്ട ഗൈസ്? ഫ്ലാഗ് നോട്ടൊക്കെ ഇട്ടിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഗൈസ് നമ്മൾ കളിക്കാത്തൊക്കെ ഫോറസ്റ്റ് ഫയർ സീൻ കളിക്കാത്ത നമ്മൾ കാണുന്നത്. ഗൈസ് 48 പേരാണുള്ളത്. ഓക്കെ ഗൈസ്, എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഫോറസ്റ്റ് ഫയറിനെ ഒന്ന് കൊല്ലാം ഗൈസ് എന്നാണ്. അപ്പം അവൻ നമ്മളെ ഫ്രണ്ടാക്കുക, എന്നിട്ട് നമ്മൾ പിന്നെ അടിച്ചു കൊല്ലും, അവന് പറ്റത്തില്ല. പിന്നെ ഗൈസ് ഇനി നമ്മൾ ഫ്രണ്ടാക്കാൻ പറ്റുന്നില്ലേ ഗൈസ്? ഫ്രണ്ടാക്കത്തില്ല, ഫ്രണ്ടാകാൻ പറ്റത്തില്ലേ? ആ സമയത്ത് തന്നെ നമ്മൾ ഇടിച്ചു കൊല്ലും. ഇങ്ങനെ ഒരു സംഭവം നടന്നു ഗൈസ്. നമ്മൾ ഫ്രണ്ടാകാൻ വേണ്ടി ഒരു ഡിമിട്രി അവനെ നമ്മൾ റിവെഞ്ച് എടുത്ത് ഗൈസ്, അത് വേറെ കാര്യം. അവനെ നമ്മൾ റിവൈവായി ഇറങ്ങിയ അവന്മാരെ റിവെഞ്ച് എടുത്ത് കൊന്നു ഗൈസ്. നമ്മൾ കൊന്നവന്മാരെ റിവെഞ്ച് എടുത്ത് നല്ല വീരന്മാർ നമ്മളടുത്താണ് കളിക്കുന്നവന്മാർ അല്ലേ ഗൈസ്? നമ്മൾ റിവെഞ്ച് ചെയ്യും നമ്മൾ എത്ര ഇതായാൽ. ഓക്കെ ഗൈസ്, നമുക്ക് ഗണ്ണും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് ഇതും കൂടെ എടുക്കണം ഗൈസ്, ബുള്ളറ്റ്. ഓക്കെ ഗൈസ്, നമ്മൾ കാറിൻ്റെ അകത്തൊക്കെ ഓടിച്ചത് എത്ര നാളായെന്നറിയാം ഗൈസ്. കുറേ ദിവസവും കാര്യങ്ങളൊക്കെ ആയി ഗൈസ്. നമ്മുടെ സാധനം എന്ന് വെച്ചാൽ നമ്മുടെ കാറിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ എടുത്ത് ഓടിച്ചിട്ട്. ഓക്കെ 500 കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഹുക്കും കാര്യങ്ങളൊക്കെ മേടിക്കാമെന്നായിരിക്കും. അതുകൊണ്ട് ഈ മണിയിൽ പുതിയതായിട്ട് ഈ മുമ്പിൽ വന്നത് മണിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് വരത്തില്ല. ഇപ്പോൾ ഒരു ഗോൾഡൻ ചെറിയായിരിക്കും. നമ്മൾ രണ്ടാമത്തെ കളി ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇല്ലേ ഗൈസ്? രണ്ടാമത്തെ കളി ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഇതടിയും വരും. എന്ത് വരും ഗൈസ്? ഈ വൈകിട്ട് വരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഹുക്കും കാര്യങ്ങളൊക്കെ മേടിക്കാം. അതിന് മുമ്പ് ഇവിടെ വല്ല ബുള്ളറ്റ് എടുക്കാം. ബുള്ളറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ വല്ല റിപ്പയർ കിറ്റ്. ഓക്കെ ഗൈസ്, റിപ്പയർ കിറ്റ് ആവശ്യമുണ്ട്. ഒരു സ്നൈപ്പറും കാര്യങ്ങളൊക്കെ കിട്ടി. ഓ ഗൈസ്, 10 ബുള്ളറ്റേ ഉള്ളൂ സ്നൈപ്പറിന് 10 ബുള്ളറ്റേ ഉള്ളൂ. സ്നൈപ്പർ നമുക്കൊരു ഹുക്കും കഴിഞ്ഞിട്ട് നേരെ അതിന് മണ്ടൊക്കെ അടിച്ചിട്ടാണ് ഗൈസ്. ആകെ 10 ബുള്ളറ്റും കൊണ്ട്. പിന്നെ ഗൈസ് നമുക്ക് ഹുക്ക് മേടിച്ചിട്ട് നമുക്കൊരു സൂപ്പർ മെഡിക്കറ്റും കൂടെ മേടിക്കാം ഗൈസ്. ഫ്രീ ആണ് കിട്ടും ഗൈസ്. സ്നൈപ്പർ ആദ്യം നമ്മൾ മേടിച്ചിട്ട് നമുക്ക് നേരെ ഹുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. ഹുക്ക് എടുത്തപ്പോൾ നമ്മളെ ഷോട്ടും കാര്യങ്ങളൊക്കെ പോയി, അത് കുഴപ്പമില്ല. കുഴപ്പമില്ല, അവൻ അങ്ങോട്ട് പോട്ടെ, നമ്മൾ അടിച്ചെന്തായാലും കൊല്ലത്തില്ല. നമുക്ക് ഹുക്കെടുക്ക്. ഇവരെന്താണ് ഹുക്കെടുക്കാത്തത്? ഇവിടെ നിന്നൊരു വെടി ഇടുന്നുണ്ട്. വെടിയല്ല ഗൈസ്, അത് ആരാണ്ട് ഇവിടെ ഇപ്പോൾ ഉണ്ടെന്നാണ് ഗൈസ്.
മാപ്പിൽ കാണിക്കുന്നുണ്ട് ഗൈസ്. ആ ഗൈസ് ഞാൻ പറഞ്ഞാണ് ഇങ്ങോട്ട് പോയിട്ട് ഹുക്ക് എടുത്ത് ഇപ്പോഴും താഴ്ത്തു ഗൈസ്. പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണ്. ഇപ്പോഴും വെച്ചിട്ട് ഇനി ഒരു അടി കൊടുത്താൽ പോരെ ഗൈസ്. നേരെ മണ്ടയ്ക്ക് ഇറങ്ങി ഗൈസ്. നമുക്ക് നേരെ ഇവിടെ ഒരു അടി. ഓക്കെ നമുക്ക് 10 ബുള്ളറ്റ് ഉണ്ട്. സ്നൈപ്പർ ബുള്ളറ്റ് ഒരിക്കലും നമ്മൾ വേസ്റ്റ് ആക്കും. ബുള്ളറ്റ് ഷെഡടിച്ച് പൊട്ടിച്ച് ഒരു മെഡിക്കറ്റ് പറഞ്ഞു. ആ മെഡിക്കറ്റ് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കണ്ടേ. ഗൈസ് എവിടുന്നാണ് മേടിക്കുന്നത്? ഓ ഗൈസ് ചത്ത്. ഇവൻ ഇവിടെ നിന്നടിച്ചിട്ടാ. ഓ ഗൈസ് പ്ലസ് ഗൈസ് ഒരു കളിക്കൂടെ കളിച്ച നമ്മൾ പ്ലാറ്റിനം 3 അടിയെന്ന് കഴിയും. അത് ഞാൻ പ്ലാറ്റിനം 3 അടിച്ച് കഴിഞ്ഞാൽ ഒരു CS കൂടെ കളിച്ചിട്ട് ഗോൾഡ് 3 ആക്കാൻ കഴിയും. പിന്നെ നമ്മളിന്നലെ 92 ഇതും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനാണ് ഗൈസ്. ഡയമണ്ട് ഇത് അപ്ഗ്രേഡ് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടെ ഡീസൽക്കിന് പീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പീക്കിന് കൊണ്ടൊക്കെ ഗൈസ് ആ ബണ്ടിലൊക്കെ ഉണ്ടോ നോക്കി. ഇതാണ് ബണ്ട് മോനെ. എല്ലാവരുടെയും നോയെന്നുള്ള പേര് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ. ഗൈസ് ഈ ഡിമിട്രിയാണ് നമ്മളെ ഇടിച്ചു വന്നത് നേരത്തെ. ഗൈസ് നമുക്കൊരു എമൗണ്ട് ഇടാം ഗൈസ്. എമൗണ്ടൊന്നും ഇപ്പോൾ ഇടണത് സോൾഡ് ഇവനാണ് അടിച്ചു. ഓ ഗൈസ് പീക്കുണ്ട്. യെസ് ആദ്യം പീക്കിൻ്റെ മണ്ടയ്ക്ക് ഇറങ്ങാൻ ഗൈസ്. ഗൈസ് നേരെ മണ്ടയ്ക്ക് ഇറങ്ങി. നമുക്ക് നേരെ മണ്ടയ്ക്ക് ഇറങ്ങുന്നത്. കുറേ പേര് ഇറങ്ങുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അറിയാലോ ബീച്ച് ഫേമസ് സ്ഥലമാണ് ഗൈസ്. ഫേമസ് സ്ഥലമാണെന്ന് അറിയാലോ. ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. 5-6 പേര് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ് അവൻ കണ്ണെടുക്കാൻ സാൻഡിനെയാണ് ഗൈസ്. അവൻ കണ്ണെടുക്കാൻ പോയാണ് ഇടിച്ചു വന്നത് ഗൈസ്. ഇടിച്ചോടി ഗൈസ്, അല്ലെങ്കിൽ അവന് ഓടിക്കളയും. ഓ ഗൈസ് പണി ചെറുതായിട്ടൊന്ന് പണിയായിരുന്നു കേട്ടോ. കുഴപ്പമില്ല നമ്മൾ റീസ്പോൺ ആയി ഗൈസ്. ഞാൻ പറഞ്ഞാണ് ഗൈസ് ഇടിച്ചോണ്ടിരിക്കാനെന്ന്. പീക്കിൻ്റെ മണ്ടയ്ക്ക് തന്നെ ഇറങ്ങി. സാൻഡിനോട് പവറുള്ളതുകൊണ്ടാണ് ഗൈസ് നമ്മൾ രക്ഷപ്പെട്ടത്. ഇവിടെ എനിമി ഉണ്ടായിരുന്നു നമുക്ക് അറിയാം ഗൈസ്. 60 ബുള്ളറ്റ്. ഓക്കെ കൊന്നു. ഗൈസ് പിച്ചാദ്യം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ് വേറൊരുത്തന് ഇവിടെ ഉണ്ട്. ഓ ഗൈസ് കെലിയല്ലേ ഇത് ഗൈസ്. വെറുതെ ബുള്ളറ്റാണ്. ആകെ 45 ബുള്ളറ്റേ ഉള്ളൂ ഗൈസ്.
ഗൈസ് അവർ റീസ്പോൺ ആയിട്ട് നമ്മൾ ഗൈസ് ടാങ്ക് നമുക്ക് ബുള്ളറ്റും കിട്ടി ബുള്ളറ്റ് കിട്ടാനായിട്ട് കാത്തിരിക്കും ആ സമയത്ത് കറക്റ്റ് ആ സമയത്ത് തന്നെ ഒന്ന് സ്പോണായി നന്നായി ഗൈസ് നല്ല സമയത്താണ് വന്നത് അല്ലേ നമുക്ക് ഡോണ്ട് വേസ്റ്റ് ദ ബുള്ളറ്റ് ഗൈസ് share guys താഴത്തോട്ടൊരു ചെയ്യാറുണ്ട് ഓക്കെ നമ്മുടെ കത്തി സ്കിന്ന് കണ്ട ഗൈസ് വേണമെങ്കിൽ എടുത്ത് കാണിക്കാം ഗൈസ് അത് ബ്ലൂ ആണ് പൊട്ടിക്കുന്ന സാധനമാണ് ഗൈസ് മണ്ടത്തരമാണ് ഗൈസ് വേണമെങ്കിൽ നമ്മൾ കത്തിയുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ കൈ പിടിച്ച് വേണമെങ്കിൽ ഗൈസ് കാണിച്ചത് മുമ്പേ ഇവിടെ വല്ലൂത്തനെയാണ് 83 ബുള്ളറ്റേ ഉള്ളൂ ഗൈസ്. ഓക്കെ ബ്ലൂ ആണ്. ഗൈസ് ഇവിടെ ആയിട്ട് 299 കൊടുത്ത് 2 ബുള്ളറ്റും കൂടെ ഉള്ളൂ ഗൈസ്. റീലോഡിങ് ടൈം ബ്ലൂ ആൾ പൊട്ടിക്കുന്ന സാധനം ഉണ്ടായിരുന്നെങ്കിൽ സിമ്പിളായിട്ട് പൊട്ടിക്കാം ഗൈസ്. ഒരേ ഒരു ബുള്ളറ്റ് ഗൈസ്. ഇനിയില്ല ഗൈസ്, ഇനിയില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ബുള്ളറ്റ് ഇല്ല, ഞാൻ പറഞ്ഞാണ് ഗൈസ്. അതവൻ വെറുതെ എറിഞ്ഞു ആണ്. മറ്റേ സാധനം ഉണ്ടായിരുന്നെങ്കിൽ ആ ഷോട്ട് ഗണ്ണ് വെച്ച് അടി ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ ബുള്ളറ്റും കാര്യങ്ങളും. ഓ ഗൈസ് 30 ബുള്ളറ്റ് ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഞാൻ ബ്ലൂ ആൾ പൊട്ടിക്കുന്ന സാധനം ഉണ്ടായിരുന്നെങ്കിൽ സിമ്പിളായിട്ട് പൊട്ടിക്കാവുന്നേ ഉള്ളായിരുന്നു. പക്ഷേ ഇവൻ അവിടെ ബ്ലൂ ആൾ പൊട്ടിക്കുന്ന സാധനം അവിടെ യൂസ് ചെയ്ത് കളഞ്ഞ ഗൈസ്. ഇതാണ് പൊട്ടത്ര കാണിച്ചത്. അപ്പോൾ ഗൈസ് അടുത്തോട്ട് ചെയ്യാണ്ട് ലൈഫ് കളഞ്ഞിട്ടുണ്ട്. വേഗം ലൈഫ് കിട്ടണം ഗൈസ്. ഓ ഗൈസ് ഒരുത്തൻ വണ്ടിയായിട്ട് കയറി. ഓ ഗൈസ് അത് കുഴപ്പമില്ല, വണ്ടിയായിട്ട് കയറി. ഇപ്പോൾ ആയിട്ടുണ്ട് ഗൈസ്, നല്ല ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഫൈനലി നമ്മൾ പ്ലാറ്റിനം റിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. 14 കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഓക്കെ ഗൈസ്. ഒരു ടോക്കനും കാര്യങ്ങളൊക്കെ. ഓ ഗൈസ് 93 ഗൈസ് ബിയപ്പാസിൻ്റെ അകത്ത് വന്ന് ഗൈസ് ഒരു ഗണ്ണ് സ്കിന്നും കാര്യങ്ങളൊക്കെ ഗൈസ് കിട്ടി. മറ്റേ ഗണ്ണ് സ്കിൻ 24 മണിക്കൂറത്തൊക്കെ ഉള്ളു ഗൈസ്. അഭ്യാസം കണ്ട ഗൈസ് 18 ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ 5 ഇതായിട്ടുണ്ട്. ഹീറോയ്ക്കിൻ്റെ പടമുള്ള ടോക്കൺസ്. പക്ഷേ നമുക്കിനി ഇതെന്തായാലും 3 ആക്കില്ല, ഗോൾഡ് 3 ആക്കണം ഗൈസ്. ഇത് കളിക്കാം. ഗോൾഡ് 3 ഗൈസ്. ഗോൾഡ് 4 ആക്കണം. 4 ആക്കാൻ മാക്സിമം എമൗണ്ട് കിട്ടും ഗൈസ്. റെസ്പെക്റ്റ് എമൗണ്ട് എന്ന് വെച്ചാൽ ഫ്ലാപ്പ് ചെയ്യത്തില്ല ഗൈസ്. 2 ഡീസലൊക്കെയാണ്.
ഓ ഗൈസ് അത് പൊളിച്ച് ഏതൊക്കെ പ്രോ പ്ലെയർ ഉണ്ട് നോക്കട്ടെ. നോക്കി എല്ലാവരും അത്യാവശ്യം പ്രോ പ്ലെയർ ആണെന്ന് തോന്നുന്നു. നമ്മളെ ബാറ്റിംഗ് ആൻഡ് റൈറ്റ് ഫോർ പ്ലെയേഴ്സ്. ഞാൻ വിളിച്ച സെയിൽസും കാണിക്കുമെന്ന്. ഞാൻ വിളിച്ച സീരിയസിൽ എന്തിനാണ് സെയിൽസും കാണിക്കത്തില്ല. പിന്നെ കാണിച്ചു. ഞാൻ വിചാരിച്ചു ന്യൂ അപ്ഡേറ്റ് വന്നായിരിക്കും. വാൾ മാറും ഗൈസ്. അടഴിക്കല്ല ഗൈസ്, വാൾ മാറും. ഗൈസ് വാൾ വെച്ച് വെട്ടിയിടാം. ഞാൻ പറഞ്ഞാണ് വാൾ വെച്ച് വെട്ടിയിടാം. പെട്ട് ഇവന്മാരൊക്കെ പെട്ട് പറഞ്ഞ കേസ് എല്ലാവരും പെട്ട്. സോണിയുടെ പവറുണ്ട് ചത്ത്. അമ്മമാർക്കൊന്നും ആയിട്ടുണ്ട്. ഡോണ്ട് വെറി. നമുക്ക് മറ്റേ സ്കിന്നും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ഡെസേർട്ടില്ല. ഓ ഗൈസ് ഡെസേർട്ടില്ല. സീരിയസ് പൊളി. ഡെസേർട്ടിൽ പവറുണ്ട്. ഒന്ന് രണ്ടുപേരെ നോക്കാക്കി. ഓക്കെ 1 vs 2 ആണ്. ഞാൻ കണ്ടായിരുന്നു ഈ സമയം. കുഴപ്പമില്ല. നമ്മൾ 3 കിലോമീറ്റർ ഡെസേർട്ടിങ്ങൾ അടിച്ചിട്ടുണ്ടാവും. ഡെസേർട്ടിങ്ങളും കാര്യങ്ങളും കളിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടാണ്. എന്നാലും കുഴപ്പമില്ല. മാക്സിമം നമ്മൾ അടിച്ച് എന്താണ് നമ്മൾ പവർ. നമ്മൾ ഡെസേർട്ടിൽ വെച്ച് അടിക്കുന്നത്. നമ്മൾ ഫ്രീസിങ് ബോംബുണ്ട്.
26 കൊടുത്തു ഗൈസ്. നമ്മൾ ഗോൾഡ് 3 അടിക്കത്തില്ല ഗൈസ്. നോക്കി ഗൈസ് 4 vs 1. എന്നാലും കുഴപ്പമില്ല ഗൈസ്. നമ്മൾ നോക്കാം ഗൈസ്. നമുക്ക് ഈ പ്രാവശ്യം ഗൈസ് അടിക്കാൻ മാക്സിമം നമ്മൾ നോക്കാം ഗൈസ്. മെഡിക്കറ്റ് അടിക്കാം ഗൈസ്. ഓഗസ്റ്റ് ഇവന്മാരെല്ലാം പൊട്ടന്മാരാണ് ഗൈസ്. പൊട്ടന്മാർ ഇവർക്ക് വീട്ടുവാണ് ഗൈസ്. അതിൻ്റെ ചാകും. നമുക്ക് ഈ മാച്ചിൽ നിന്ന് ഇറങ്ങിപ്പോകുക ഗൈസ്. അതാണ് നല്ലത്. ഇറങ്ങിയെന്ന് പോലെ അടിക്കാൻ നോക്കാം. ഇവള് ഒട്ടോ പറയാന് ഒട്ടും നൂപന്മാരാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ പൊടി അടിക്കത്തില്ല. ആദ്യം തന്നെ പോയി നോക്കാവുകയാണ്. ആദ്യം തന്നെ പോയി നോക്കാവുകയാണെന്നേ. 26 കൊടുത്തു. Oh guys, മതി. ഒരുത്തൻ രണ്ടുപേര് നോക്കായി. ഇപ്പൊ ചാവുക നമ്മളാണ് ഈ സമീപി. അവന്മാർ 1 കിലോ പോലും അടുത്തിട്ടില്ല. നമ്മളാണ് 2 കിലോ എടുത്ത വയസ്സ്. ഇവന്മാർ മൊത്തത്തിൽ മുമ്പാട് വയസ്സ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്മാരെ പറഞ്ഞാണ് സ്ഥിതി. എല്ലാവരും നൂപാണ്. നമ്മൾ മാത്രമല്ല ആവശ്യം. ഇവന്മാരെല്ലാം നൂപാണ് ഗൈസ്. ായിട്ടുണ്ട് ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും ആ എമൗണ്ട് എടുക്കണം ഗൈസ്. യെസ്, നമ്മൾ പിന്നെ ബിയ്യ പാസിൻ്റെ അകത്ത് ടോക്കൺ ഇതാണ് കേട്ടോ. ഒരു കളി ഇങ്ങനെ കുറച്ച് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഈ കളിയിൽ തന്നെ നല്ല ഇവന്മാർക്ക് അത്യാവശ്യം പോയാണെന്നാണ് പക്ഷെ എനിക്ക് തോന്നുന്നു. ഓക്കെ ഗൈസ്, ഇവന്മാരൊക്കെ അത്യാവശ്യം അത്രയും ഫുള്ള് പ്രോയാണ് ഗൈസ്. ഡിമിട്രിയും കാര്യങ്ങളൊക്കെ ശരി നല്ല ഇതാണെന്ന് തോന്നുന്നു ഗൈസ്. എല്ലിയും കാര്യങ്ങളൊക്കെ കൊള്ളത്തില്ലെന്നാണ് ഗൈസ് തോന്നുന്നു. ഇപ്പം എന്തിനാണ് ഗൈസ് നമ്മൾ തലയൊക്കെ കയറിയിരിക്കുന്നത്? എൻ്റെ തലയൊക്കെ കയറിയിരിക്കാനാണ്. സിനിമ കണ്ട് ഇറങ്ങിക്കളിക്കാൻ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇതാണ് കൈസ് ഇറങ്ങിക്കളിക്കുന്നത്. മരത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കും കണ്ടോ കൈസ്. ആ ഫ്രണ്ടിന് നോക്കാക്കി കണ്ടോ കൈസ്. ഓക്കെ, ഫ്രണ്ടിനെ കൊന്നവൻ. ഓക്കെ, സ്പിന്നായിട്ട് കളി എടുത്തത്. ഓക്കെ ഗൈസ്, അത്യാവശ്യം പ്രോ പ്ലെയറിനൊക്കെയാണ് കിട്ടിയത് ഗൈസ്. ദാറ്റ് ഈസ് ഗുഡ് ഗൈസ്. അതുകൊള്ളാം.
ഇറങ്ങി കളിക്കാം അവന്മാരുടെ കൂടെ, അല്ലെങ്കിൽ നേരത്തെ കണ്ട ഇറങ്ങി കളിക്കാം, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും ഗൈസ്. അല്ലെങ്കിൽ അവന്മാർ നോക്കാൻ നമ്മൾ ഫുള്ളി പെടും ഗൈസ്. ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അന്നും പറഞ്ഞിട്ട് കാര്യം ഗൈസ്. എനിമീസ് അങ്ങനെ കൂട്ടത്തോടെ ഒന്ന് പണിയാൻ ഗൈസ്. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. നിങ്ങൾക്ക് അവിടെ പഠിച്ചോളൂ ഗൈസ്. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഫ്രണ്ട്സിൻ്റെ ഗൈസ് കുഴപ്പമില്ല ഗൈസ്, കുഴപ്പമില്ല. നമ്മൾ തന്നെ ജയിക്കും, നമ്മൾ തന്നെ ജയിക്കും. 2 പേരേ ഉള്ളൂ ഗൈസ്. 3 vs 2. കുഴപ്പമില്ല, നമ്മൾ തന്നെ ജയിക്കും. നമ്മുടെ 2 vs 2. ഗൈസ് ഓക്കെ, വി വിൻ ഗൈസ്. കൊള്ളാം ഗൈസ്, എല്ലാവരും നമുക്ക് പ്രോ പ്ലെയർ ആണ് കിട്ടിയത് ഗൈസ്. ആളും കാര്യങ്ങളൊക്കെ പോയി ഗൈസ്, നമ്മൾ വാളും കാര്യങ്ങളൊക്കെ പോയി. ഞാൻ ഷോർട്ട് ഗൺ വെച്ചാണ് ഗൈസ് കളിക്കുന്നത്. ഇവിടെ ചിലപ്പോൾ കൂടുതൽ എനിമിയാണ് ചാവുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനാണ്. മൊത്തം ബ്ലൂ ആണ് ഇട്ടിട്ടുണ്ട്. സ്നൈപ്പർ കിട്ടീസ്. സ്നൈപ്പർ കുഴപ്പമില്ല 1 vs 1. കുഴപ്പമില്ല. ഇവൻ ജയിപ്പിച്ചോളാം നമ്മളെ. ഗൈസ് ഞാൻ പറഞ്ഞില്ല. ഗൈസ് ബാറ്റിംഗ് പ്രോ പ്ലേയേഴ്സ് ചിലപ്പോൾ നാണം കിട്ടാൻ സാധ്യതയുണ്ട് ഗൈസ്. നമ്മൾ 0 തോപ്പിക്കാനാണ് ഗൈസ് പോകുന്നത്. നമ്മളുടെ എല്ലാവരും ഫുള്ളി പ്രോ പ്ലേയേഴ്സാണ് ഗൈസ്. എന്നിട്ട് പോലും നമ്മൾ ജയിപ്പിക്കാൻ പറ്റുന്നത് അത്രക്കും ടീമാണെന്ന് മൊത്തമാണ് ഗൈസ്. ചിലപ്പോൾ നമ്മളുടെ അടുത്ത് ടീമിപ്പായിട്ട് ആരെങ്കിലും വന്നു കാണും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഫ്രണ്ടായാലും ആരെങ്കിലും വന്നു കാണും ഗൈസ്. ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാം ഗൈസ്, നേരത്തെ കണക്ക്. അപ്പോൾ അവനാണ് ഗൈസ് നമ്മുടെ ഗൈസ്. ഇവനെ ഇവിടെ നിൽക്കുവാണെങ്കിൽ എന്തായാലും തോക്കും ഗൈസ്, അത് ഉറപ്പാണ്. ഓക്കെ പൂജ്യത്തിൽ തൊപ്പിച്ച് പ്രോ പ്ലേയേഴ്സ്. ഓക്കെ ഇവനാണ് MVP. ഒരു കളിയും കൂടെ കളിച്ചാലാവുന്നതായിരിക്കും. ഓക്കെ 2 ടോക്കണും കാര്യങ്ങളൊക്കെ കിട്ടി. ഞങ്ങൾക്ക് ചെയ്യണം 2 ടോക്കണും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടിയിട്ട്. ഇത് കിട്ടി
ഒരു കളിയും കൂടെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് 3 ആക്കിയിട്ട് പോരേ. 3 ആക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിക്കുന്നത് 3 ആക്കിയിട്ട് ഈ കളി കഴിയുമ്പോൾ 3 ആകുമ്പോൾ ഡീജലൊക്കെ ഇതാണ് ഡീജലൊക്കെ എവേക്കണാണെങ്കിൽ സിനിമയിൽ അത്യാവശ്യം പോയാണ്. നമ്മുടെ ഷർട്ട് ഊകിക്ക് ഇവൻ്റെ ഷർട്ട് ഊകിക്ക് ഇവൻ്റെ റെഡാണ്, നമ്മൾ പോവാണ്. അത്ര ഉള്ള വ്യത്യാസം. സിന്നറി പ്രോ പ്ലെയറാണ് ഉറപ്പാണ്. എല്ലാവരും പ്രോ പ്ലെയറാണ്. അവൻ്റെ പേരൊക്കെ കണ്ടായ ജൂൺ. എൻ്റെ ബർത്ത്ഡേ മാസത്തിൻ്റെ പേരൊക്കെയാണ് അവൻ്റെ. ഇത് ജൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ മേലോട്ട് തലമണ്ടടിച്ച് പൊട്ടിക്കാൻ സമയമായിരുന്നു. സമയധികം ഡീൽ ചെയ്തു. നമ്മളെന്തിനാണ് ഈ ചെറുതൊക്കെ കയറുന്നത്? പുറകെ നടിക്കുന്നു. അവനൊക്കെ ഒന്ന് 2 മെഡിക്കറ്റ് അത് നമുക്ക് എടുക്കാം. പുറകെ നടിക്കുന്ന ദിവസം ചാടിയ ഒരു ഹെഡ് അടിച്ച് കൂട്ടി. അത് അടുത്തോട്ട് പേടിയില്ല. അങ്ങോട്ട് ചാടാം. അവനെ കൊന്നു. ബാഡ് കിങ് ഗൈസ്. നമ്മൾ ഡൂണിൻ്റെ കൊടുത്താണ് ഗൈസ്. ഇറങ്ങിക്കളിക്കാൻ ഒളിച്ച് നിന്നിട്ടാണ്. ഒളിച്ച് നിന്നിട്ടാണ് നമ്മൾ തോറ്റുപോയത്. ഒളിച്ചിരിക്കാൻ ഇവൻ തന്നെയല്ലേ പറഞ്ഞു. ഒളിച്ചിരുന്ന് കളിക്കാതെ നമുക്ക് ഇറങ്ങിക്കളിക്കാം. ഒരു കില്ല് പോലും കിട്ടത്തില്ല. MVP അടിക്കണമെങ്കിൽ ഇറങ്ങി തന്നെ കളിച്ചിട്ടേ കാര്യമില്ല. നമുക്ക് നോക്കാം. ഹെൽപ്പപ്പ് ചെയ്യണമെങ്കിൽ സൗമാരിപ്പോൾ ചാവും. താഴത്തല്ലേ ഹെൽപ്പപ്പ്. ചത്ത്. തോന്നി അടിച്ച്. പക്ഷെ നമ്മൾ പിന്നെ ജൂണാണ് എടുത്തിരിക്കുന്നത്. ഇവനെയാണെങ്കിൽ നമ്മൾ ഹെൽപ്പപ്പ് ചെയ്യാൻ പോയപ്പോൾ ചത്ത് വീണ ആള്. നമ്മുടെ തലയിൽ കയറിയിരിക്കണം. ബാഡ് കിങ്ങാണ് ഗൈസ്. നമ്മുടെ തലയിൽ കയറി ആരും ഇരിക്കാൻ എനിക്കിഷ്ടമല്ല ഗൈസ്. അത്രയേ ഉള്ളു. ഓക്കെ ഇവൻ ഇതടിക്കുന്നതാണ് മെഡിക്കറ്റാണ്. അത് തന്നെ എവേക്കിലാണ് ഇവ സീനായി. പെട്ടെന്ന് കൊല്ലാനും ഇവൻ ചിലപ്പോൾ ഈസിലി സാധ്യതയുണ്ട്.
അവനില്ലേ ഇപ്പൊ ഡേഞ്ചറസ് സോൺ ഇപ്പൊ MVP അല്ലേ സൈസ് അടിക്കും പൊളിയായിരിക്കും. അപ്പൊ പുറകിൽ നിന്നൊക്കെ വരുമ്പോ ഇവനടിക്കുകയും ചെയ്യും. നേരത്തെ നമ്മളെ പുറകിൽ നിന്ന് അടിക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. നമ്മളടിച്ചിട്ടു. ഈ ജൂൺ എന്തിനാണ് കേസ് ഇടിക്കുന്നത്? ജൂൺ മനസ്സിലായെന്നാണ് തോന്നുന്നു. അടിച്ച് ഒന്നായിട്ടുള്ള കിങ്ങിനൊക്കെ നമുക്ക് ഒന്നയാണ്. ഈ സ്കിന്നൊക്കെ മാറിയൊക്കെ പറയാം. അവൻ വെറും കിങ്ങാണെങ്കിൽ നമ്മൾ ബാഡ് കിങ്ങാണ്. ഡെസേർട്ടിൽ വെച്ച് നമുക്ക് ട്രൈ ചെയ്യാം. വിളിച്ചിരുന്ന എന്തായാലും ചാവും. എന്നായാലും എന്തായാലും കുഴപ്പമെന്താണ് എനിമിതേ മുമ്പിൽ കൂടെ ഓടിപ്പോയിട്ടാവും മര്യാദയ്ക്ക് അവൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത്. കണ്ടാ ശത്ത് ഇവൻ ജാങ്കേഷ് കളിക്കറിയാൻ പാടില്ല. 2-2 ആണ് നമ്മൾക്കില്ലാത്ത നമ്മുടെ ശരി. ഇവന്മാർക്ക് കളിച്ച് താഴത്തോട്ടാണ് നമ്മളാണ് ഫസ്റ്റ് കളി എടുത്തത്. ഫസ്റ്റ് കളി നമ്മളാണ് എടുത്തത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ കീറിച്ചെന്ന് കളിച്ചാൽ വേണ്ട ആ ഒരുത്തനെ കൊന്നുകൊണ്ടാണ് നമ്മൾ ഡൗണായി വന്നത്. ഇങ്ങനെ നമ്മൾ 4 പേര് വെച്ച് കളിക്കുകയാണെങ്കിൽ നമ്മളെ ഒരുമിച്ച് കളിക്കും. എന്നുവെച്ചാൽ ഒരാളിപ്പോൾ നോക്കായി നിർത്തുമോ, ഒരാൾ വെടിവെക്കുന്ന ഒരാളെ ഹെൽപ്പൊക്കെ ചെയ്യും. അപ്പം നല്ലതായിരിക്കും. ഒരുത്തനെങ്കിൽ അവനെങ്കിലും ഒന്ന് നോക്കിയാണ്. ചത്തട്ടായാലും ഒരുത്തനെങ്കിലും കൊണ്ടാകും. ഇവനെയും കൂടി എനിക്ക് ഒന്നാ മതി. സിറിഞ്ച് കുത്തി ഓക്കെ. ഇതിൻ്റെ ആഴത്തോട്ടെടുത്ത് ചെറുതായിട്ട് ഇവന്മാരൊക്കെ പൊട്ടനാണ്. ഏകദേശം നമ്മളാണ് ജയിച്ചത്. നമ്മളല്ല ഈ ഭാഗത്തുള്ളതാണ്. നമ്മളല്ല ജയിച്ചത്. കണ്ടറിയത്തില്ല. മൂവാണ് നമ്മള്. ഇവന്മാർക്ക് പൊട്ടന്മാരാണ്. നമ്മൾ കുറച്ചെങ്കിലും കളിച്ചു.